പ്രിയപ്പെട്ട വൈദികരെ, സന്യാസാർത്ഥികളെ, പ്രബന്ധ അവതാരകനായ സ്റ്റെബിൻ, പ്രബന്ധത്തെ വിലയിരുത്തിയ തോമസ് ബേബിച്ചൻ, ഇനി ഗായകരെ കൂടി സംബോധന ചെയ്യേണ്ടതാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം, ഞാനിവിടെ നിന്ന് ഈ ഹോളിലെ ഈ ചിത്രങ്ങൾ നോക്കുകയായിരുന്നു. ഇത് ഇച്ചിരി ഒന്ന് അകറ്റി വയ്ക്കാവും. അഴീക്കോട് പറയും പോലെ ഇതിൽ നിന്ന് എത്ര അകന്നു പോകാൻ ശ്രമിച്ചാലും ഇത് അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുന്നില്ലേ? ഈ മിമിക്രിക്കാരെ കൊണ്ടാക്കുമ്പോൾ പല ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഞാൻ ഈ പടങ്ങൾ നോക്കുകയായിരുന്നു. പാശ്ചാത്യവും പൗരസ്ത്യവുമായ തത്വചിന്താധാരകളിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ തത്വചിന്തകരും. പൊതുവേ നമ്മളങ്ങനെ ഒരു മതനിരപേക്ഷമായി ഇത്തരം ചിത്രങ്ങൾ കാണാൻ പറ്റും. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഇവരെയൊക്കെ ചില മതങ്ങളുടെ എക്സ്പൊണൻസായി കാണാതെ മറിച്ച് അവരെ ശുദ്ധരായ തത്വജ്ഞാനികളായി കാണാനുള്ള ഒരു ജനാധിപത്യ ബോധം പ്രകടിപ്പിക്കുന്ന ഒരു സദസ്സിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ സമാധാനമായിട്ടിരിക്കാം എന്നെനിക്ക് മനസ്സിലായി. കാരണം ഇനി സാമാന്യന് ഒരു ഹെററ്റിക്കാവാൻ സർവ്വയോഗ്യതയുമുള്ള, പാഷണ്ഡനാവാൻ യോഗ്യതയുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ ആകെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഈ തത്വചിന്തകരുടെ സാന്നിധ്യം എനിക്ക് വലിയ ആശ്വാസമായി. ശങ്കരൻ്റെ പടം ഞാൻ എത്തി നോക്കിയിട്ടും കണ്ടില്ല. ഉണ്ടോ ശങ്കരൻ? മധ്വനുണ്ട്. ഈ ആദിശങ്കരനല്ലല്ലോ, ഇത് മധ്വാചാര്യനല്ലേ രണ്ടാമത്തെ പടം? ശങ്കരാചാര്യനുണ്ടോ? ഈ ആദിശങ്കരന് പറയരുത് കേട്ടോ. മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ശങ്കരന്മാരുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ജയിലിലൊക്കെ പോയ ശങ്കരന്മാരുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ആദിശങ്കരൻ പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കേണ്ടി വരുന്നത്. ഇവിടെ ഒരു ചിത്രവും ഇല്ലായിരുന്നെങ്കിലും ഇവിടെ ഏറ്റവും പ്രധാനമായി വെക്കേണ്ട ഭാരതീയ ചിന്തകൻ ശങ്കരാചാര്യനാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ തത്വചിന്തകൻ മലയാളിയാണ്, എറണാകുളം ജില്ലക്കാരനാണ് എന്നുള്ളതൊരു അഭിമാനകരമായ കാര്യമല്ലേ. അതുകൊണ്ട് ഈ ചിന്തകരൊക്കെ വിശിഷ്ടാദ്വൈതികളും പൂർണ്ണാദ്വൈതികളും ഒക്കെ ഉണ്ട്. വിശിഷ്ടാദ്വൈതിയായിരുന്നു മധ്വൻ, അപ്പുറത്ത് പൂർണ്ണാദ്വൈതിയായിരുന്നു മഹർഷി അരബിന്ദൻ. പക്ഷേ യഥാർത്ഥ അദ്വൈതവാദം കണ്ടുപിടിച്ച ആൾ ഇവിടെ ഒന്നുമില്ല, അത് ശങ്കരനാണ്. അപ്പം ശങ്കരൻ്റെ അതിൻ്റെയൊക്കെ അനുചരന്മാരെല്ലാം ഉണ്ട്, നേതാവ് മാത്രം ഇല്ല. എല്ലാ അപ്പോസ്തലന്മാരുടെയും ചിത്രങ്ങളുണ്ട്, യേശുവിൻ്റെ മാത്രമില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ശങ്കരൻ ഈ ഹോളിലെങ്ങുമില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ തത്വചിന്തകരുടെ ചിത്രം വയ്ക്കാനുള്ള ഒരു ജനാധിപത്യ ബോധം കാണിച്ച സ്ഥിതിക്ക് ഒരു ശങ്കരൻ്റെ ചിത്രം ആരും കണ്ടിട്ടില്ല. ശങ്കരൻ എങ്ങനെ ഇരുന്നുവെന്ന് ഭാഗ്യവശാൽ ഫോട്ടോഗ്രാഫി ഇല്ലാത്തത് കൊണ്ട് ആളുകളൊക്കെ അദ്ദേഹത്തെ ഒരു സുന്ദരപുരുഷനായി വരച്ചു വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചിത്രം ഇവിടെ വയ്ക്കാൻ ശ്രമിച്ചാൽ അത് നല്ലതായിരിക്കും. ഒരുപക്ഷെ നമുക്ക് ശരിക്കും ഒരു ചിന്തകനെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതാരാ? ശങ്കരനാണ്. ഇപ്പം തന്നെ ഹിമാലയത്തിൽ പോയാൽ നമുക്ക് സമയത്തിനും കാലത്തിനും തിരിച്ചു വരാൻ പറ്റാത്ത കാലത്ത് 3-4 തവണ പോവുകയും ഭാവിയിൽ ഈ മതത്തിൻ്റെ പേരിൽ ആളുകളെ തമ്മിലടിക്കുമെന്ന് കണ്ട് 4 സ്ഥലത്ത് 4 ആശ്രമം ഉണ്ടാക്കിയിട്ട് ആ ദിക്കിലെങ്ങും പെടാത്ത അതിൻ്റെ ഓപ്പോസിറ്റ് ദിക്കിലുള്ള ഒരുത്തനെ കൊണ്ട് അവിടെ മഠാധിപതിയാക്കുകയൊക്കെയാണ് ശങ്കരൻ ചെയ്തത്. ഹിന്ദുക്കളുടെ ആ 4 ആശ്രമങ്ങളിലും ആ പ്രദേശത്തോ സംസ്ഥാനത്തോ ആ ഭാഷ സംസാരിക്കുന്നവനോ പോലുമല്ല അവിടുത്തെ മഠാധിപൻ. അതുകൊണ്ടാണ് ബദരിയിലെ ക്ഷേത്രത്തിലെ പൂജാരി മലയാളി ബ്രാഹ്മണൻ ആണ്, നമ്പൂതിരി ആയിരിക്കണം എന്നാണ് നിയമം. 1400 വർഷമായി പിന്തുടരുന്ന ഒരു നിയമമാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്പൂരി എന്നാരും വിളിക്കില്ല, റാവത്ത് എന്ന് വിളിക്കും. രാമേശ്വരത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ പൂജാരി മറാഠി ബ്രാഹ്മണനാണ്, തമിഴനല്ല. അതുകൊണ്ട് രാമേശ്വരൻ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയാൽ, ധനുഷ്കോടിയും രാമേശ്വരം ഉണ്ടല്ലോ, അവിടെ ചെന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് മറാഠികളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ പോകുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വന്ന് ബദരി ആണ്. മലയാളികളൊക്കെ ഹിമാലയത്തിൽ പോവുക മാത്രമല്ല, അതിനെക്കുറിച്ച് സാഹിത്യം എഴുതി നിരന്തരം അച്ചടിക്കുകയും ചെയ്യും. ഹിമാലയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകം ഉണ്ടായിട്ടുള്ള ഭാഷ മലയാളമാണ്. കാരണം മലയാളികളുടെ എല്ലാവരും ചെറുപ്പക്കാരാലോചന എവിടെയെങ്കിലും വണ്ടി പിടിച്ച് നേരെ എവിടെ പോകണം? ഹിമാലയത്തിലോട്ടൊന്ന് പോയി അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരണം. ഇന്ത്യക്കാരുടെയൊക്കെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കന്യാകുമാരിയിലൊന്ന് പോകണം, കടലൊന്ന് കാണണം എന്നുള്ളതാണ്. കാരണം നോർത്ത് ഇന്ത്യയിൽ ഈ സാധനം ഇല്ലല്ലോ. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. വലിയൊരു കുളത്തിനെ സങ്കല്പിക്കാൻ മാത്രമേ അവർക്ക് പറ്റൂ. നമുക്ക് മഞ്ഞ് സങ്കല്പിക്കാൻ പറ്റാത്തതുപോലെ. മഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഈ മീൻ കൊണ്ടുവരുന്ന ഐസ് കട്ടയാണല്ലോ നമ്മൾ മഞ്ഞായിട്ട് സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അല്ല, നമുക്ക് മഞ്ഞ് മനസ്സിലാവില്ല ഒരിക്കലും. ഈ ആൽപ്സിൽ മഞ്ഞ് പെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്തോ ഒരു ഐസ് കട്ട വീണു എന്നൊക്കെയാണ് മഞ്ഞിനെ സങ്കല്പിക്കുന്നത്. മഞ്ഞ് വയസ്സിന് 2 ആളുകളായതുകൊണ്ടും പോട്ടെ, അത് ഭാഷയുടെ വ്യത്യാസം പോലെയാണ് വാക്കുകൾ, ഈ 2 ആശയങ്ങളുടെയും വ്യത്യാസം.
അപ്പോൾ ഞാൻ മാതൃഭാഷയെക്കുറിച്ചാണ് ഞാൻ ശരിക്കും സംസാരിക്കേണ്ടതെന്നാണ് വൈപ്പ്, ഈ പ്രബന്ധത്തെക്കുറിച്ചല്ല. എങ്കിലും സുന്ദരന്മാരും മിടുക്കരുമായ 2 സന്യാസി ബ്രഹ്മചാരികൾ നന്നായി അയ്യപ്പനെക്കുറിച്ച് പറഞ്ഞു. വീണ്ടും എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇതുപോലെ പവിത്രതയുടെ അംശങ്ങളുള്ള ഒരു സ്ഥലത്ത് എല്ലാത്തരം പവിത്രതകളെയും ചോദ്യം ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു കവി കടന്നു വന്നത് എന്നുള്ളത് എന്നെ വീണ്ടും അത്ഭുതപ്പെടുന്നു. അത് നിങ്ങളുടെ മതനിരപേക്ഷതയെയോ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി എന്നിൽ അഭിമാനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു തരത്തിലും സ്ഥാപനങ്ങൾക്കും, പ്രത്യേകിച്ച് മതസ്ഥാപനങ്ങൾക്കോ അവയുടെ മൂല്യസങ്കല്പങ്ങൾക്കോ ഉൾക്കൊള്ളാൻ പറ്റാത്ത കവിയായിരുന്നു അയ്യപ്പൻ. സ്റ്റെബിൻ വളരെ തന്ത്രപരമായ വാക്കുകൾ ഉപയോഗിച്ച് അയ്യപ്പൻ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് അവതരിപ്പിച്ച അയ്യപ്പൻ അങ്ങനെയൊന്നും ആയിരുന്നു. അതിനേക്കാളൊക്കെ തീവ്രം വലിയ കുഴപ്പക്കാരനായിരുന്നു. കുഴപ്പമെന്ന് വെച്ചാൽ സാധനം, കാരണം വെച്ചാൽ 10-30 വർഷം അറിയാം, എനിക്ക് അയ്യപ്പനെ അറിയാം, അതുകൊണ്ടാണ്. അപ്പം ആ കുഴപ്പമെന്ന് പറയുന്നത് മോശപ്പെട്ട കുഴപ്പമൊന്നും ആയിരുന്നില്ല. അയ്യപ്പൻ ലക്ഷ്യമില്ലാതെ കള്ളു കുടിക്കും, ഭയങ്കരമായിട്ട് കള്ളു കുടിക്കും, തോന്നിയാസം കാണിക്കും. നമ്മുടെയൊക്കെ പോക്കറ്റിൽ നിന്ന് പൈസ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. പൈസ കൊടുത്തില്ലേ നമ്മുടെ ഫോൺ എടുത്തുകൊണ്ട് വെക്കളയും, ബാഗ് കൊണ്ടുവെക്കളയും. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ പൈസ കൊടുക്കുന്നു. അയ്യപ്പം പൈസ വാങ്ങിച്ചിട്ട് പിന്നെയും പൈസ വാങ്ങുന്നു. അതൊക്കെ തീർന്നു പോയില്ലേ എന്ന് പറയുന്നു. അവസാനം നമ്മളെ പരസ്യമായിട്ട് അപമാനിക്കുന്നു. ഞാനൊരു 5 രൂപ അങ്ങോട്ട് തരാം, നീ ഒരു 10 രൂപ ഇങ്ങോട്ട് താന്നുള്ള ചില പ്രയോഗങ്ങൾ കണ്ടുപിടിച്ച അയ്യപ്പനാണ്. അങ്ങനെ അയ്യപ്പൻ്റെ ഒരുപാട് യൂസേജ് ഉണ്ട്. അയ്യപ്പൻ എന്നും ചെറുപ്പക്കാരുടെ ഒരു പറ്റം വട്ടം ചേർന്നിരുന്നു. പകുതി പേരൊരു കൗതുകത്തിനാണ്. ഇയാളിങ്ങനെ കോമാളി കളിക്കുകയൊക്കെ ചെയ്യും. എവിടെ അയ്യപ്പൻ വന്നാലും മൊത്തം അങ്ങ് അലമ്പാക്കും അവിടെ. അപ്പം അങ്ങനെ അനാർക്കിക്കായി ജീവിക്കുകയും, എന്തിന് ഈ സ്റ്റെബിൻ ഉപയോഗിച്ച രൂപകമില്ലേ അലഞ്ഞു തിരിയുന്നവൻ, പക്ഷെ ആ രൂപകം വികസിപ്പിച്ചെടുക്കാൻ സ്റ്റെബിൻ എന്തോ ശ്രമിച്ചില്ല. കാരണം വാൻഡറിങ് ജൂ എന്ന് പറഞ്ഞ് യൂറോപ്യൻ ഇമേജറിയിൽ ഒരു സങ്കല്പമുണ്ട്. അലയുന്ന ജൂതൻ, ഒരിടവും കിട്ടാതെ അലഞ്ഞു തിരിയുന്ന ഒരു ജൂതനെ കുറിച്ച് എല്ലാ ലോകത്തുള്ള സംസ്കാരങ്ങളിലും ഇത്തരം സങ്കല്പങ്ങളുണ്ട്. അലഞ്ഞു തിരിയുന്ന ഒരു മനുഷ്യൻ, ആ രൂപകമാണ് അയ്യപ്പൻ. അയ്യപ്പൻ്റെ കവിതകളിൽ മുഴുവൻ അങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും വാണ്ടറിങ് ജൂ എന്ന കാവ്യാബിംബത്തെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രബന്ധത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സ്റ്റെബിന് കഴിയുമായിരുന്നു. എന്തോ തിടുക്കം കൊണ്ടോ ഒക്കെ ആയിരിക്കണം അയ്യപ്പനത്, അല്ല സ്റ്റെബിൻ ആ കാര്യം ആലോചിച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ ആരോ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു, ആരാ ഷെബിൻ അല്ലേ, ഷിബിൻ കയറി പറഞ്ഞ് വേറൊരു അയ്യപ്പനാവൂ എന്ന് പറഞ്ഞു. വലിയ കുഴപ്പമായി പോകും കേട്ടോ, അച്ഛന്മാർക്ക് വെച്ച പണിയല്ല. അപ്പോൾ മാത്രമല്ല, ഞാൻ എന്നിട്ട് നോക്കി ഈ ബ്രഹ്മചാരിയെ, ഈ സ്റ്റെബിനെ, ഇത് അയ്യപ്പന് പട്ടെ രക്ഷയില്ല. ഉയരം കൊണ്ട് മാത്രമേ അവർ തമ്മിലൊരു ഛായാസാമ്യമുള്ളൂ. ബാക്കി സ്വഭാവം കൊണ്ടൊക്കെ ഇയാൾ വളരെ പവിത്രനും മഹാസാധുവും ആയ ഒരു കുഞ്ഞാടാണ്, മറ്റതൊരു വലിയ മുട്ടനാടാ. അപ്പോൾ മാത്രമല്ല, ഈ അയ്യപ്പൻ പണ്ടൊരു തമാശ പറഞ്ഞു. ഞാൻ കറണ്ട് ബോക്സ് ഒരു സംഭവം അയ്യപ്പൻ അവിടെ ഇരിപ്പുണ്ട്. അയ്യപ്പൻ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുകയായിരുന്നു, കോപ്പുണ്ട്, ഒരുത്തൻ കവിത വാങ്ങാൻ വന്നു, ബുദ്ധനും ആട്ടുമുട്ടനും എന്ന പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചെന്ന്. അത് അയ്യപ്പൻ്റെ ഒരു കവിതാ സമാഹാരത്തിൻ്റെ പേര് ബുദ്ധനും ആട്ടിൻകുട്ടിയും എന്നാ. അപ്പൊ അയ്യപ്പൻ പറയുന്ന വന്ന് കവിത വാങ്ങാൻ വന്നവൻ ചോദിച്ചെന്ന് ബുദ്ധനും ആട്ടുമുട്ടനും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അവന് ആ പുസ്തകം കൊടുത്തില്ല എന്നാണ് അയ്യപ്പൻ പറയുന്നത്. അയ്യപ്പൻ വെറുതെ അവിടെ ഇരുന്നതാ. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഒരാൾ അരാജകവാദിയായിത്തീരുന്നത്, മദ്യപനായിത്തീരുന്നത് ഒക്കെ ചില തെരഞ്ഞെടുപ്പുകളുടെയോ വഴിതെറ്റലുകളുടെയോ ഭാഗമാണ്. എഴുത് വഴിതെറ്റൽ ഒരർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരാളങ്ങനെ തീരുമാനിക്കുന്നത്, ഒരാൾ വിശുദ്ധനായി തീരുന്നതും കലാപകാരിയായി തീരുന്നതും ഒക്കെ ഒരു തരം തെരഞ്ഞെടുപ്പാണ്. ചില ദൈവത്തെ പ്രാപിക്കാനായി പോകുന്നതും. സെയിൻറ്റ് ഫ്രാൻസിസ് തൻ്റെ അവസാനത്തെ സമ്പന്നതയുടെ അടയാളമായ അവസാനത്തെ വസ്ത്രം വരെ ഉപേക്ഷിച്ചിട്ട് കുഷ്ഠരോഗിയെ പുണ്ണുകളിൽ ചുംബിക്കുന്നതും ഒരു തെരഞ്ഞെടുപ്പാണ്. ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച ചകവേരയുടെ വഴിയും ഒരു തെരഞ്ഞെടുപ്പ് ആണ്. അങ്ങനെ അയ്യപ്പനൊരു തിരഞ്ഞെടുപ്പാണ്. അപ്പം ചോയ്സ് എന്ന് പറഞ്ഞ ഒരു സംഗതിയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ നിരന്തരം കടന്ന് പോകുന്നത്. വ്യത്യസ്തങ്ങളായി അത് സാർത്ര പറയും, ചോയ്സസ് ആണ് ജീവിതം എന്ന്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ചോയ്സ്. അപ്പം നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിൽ എത്തിച്ചേർന്ന ആൾ, ഞാൻ മറ്റൊരു തെരഞ്ഞെടുപ്പിലാണ്. ഈ വ്യത്യസ്തങ്ങളായ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയാണ് മനുഷ്യ ജീവിതം. ചിലർ ഈശ്വരൻ്റെ പവിത്രതയുടെ, സ്നേഹവായ്പിൻ്റെ, കാരുണ്യത്തിൻ്റെ സംഘടിതമായ മാർഗം സ്വീകരിക്കുന്നു, അത് മതത്തിൻ്റെ മാർഗം. ചിലരാകട്ടെ പവിത്രതയുടെ, കാരുണ്യത്തിൻ്റെ ഇതേ മാർഗം തന്നെ അസംഘടിതമായ പാതയിൽ സ്വീകരിക്കുന്നു. അവരാണ് കവികളോ വിപ്ലവകാരികളോ ആയിത്തീരുന്നത്. രണ്ടും തമ്മിൽ അടിസ്ഥാനപരമായി വ്യത്യാസമൊന്നും ഇല്ല. രണ്ടും കാരുണ്യത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും പാതകളാണ്. കാണുന്നത് 2 രൂപത്തിലാണെന്നേ ഉള്ളൂ. ഏത് പാത്രത്തിൽ വച്ചാലും അതിൻ്റെ ആകൃതി അനുസരിച്ച് വെള്ളം മാറുമല്ലോ. അതുപോലെ തന്നെയാണ് ഈ മാറ്റവും.
അപ്പോൾ അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാകണം ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഉണ്ടാക്കിയ വലിയ വിപ്ലവ പ്രസ്ഥാനങ്ങളിലൊക്കെ പുരോഹിതർ വലിയ പങ്ക് വഹിച്ചിരുന്നു. ലിബറേഷൻ തിയോളജിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു കൈയിൽ തോക്കെടുക്കാം, മറുവയിൽ വേദപുസ്തകവും എടുക്കാമെന്ന് പറയുന്നത് പൊരുത്തപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ അത് കഴിയണമെന്നില്ല, അവരുടെ സാഹചര്യത്തിൽ അത്. അപ്പം ഏത് ആളിനെയും തീരുമാനിക്കുന്നതിനകത്ത് സാഹചര്യങ്ങളുടെ ഒരംശം, അയാളുടെ തെരഞ്ഞെടുപ്പിൻ്റെ അംശം. പക്ഷേ ഇതിൻ്റെ എല്ലാം ഉള്ളിൽ കവിയുടെ മാർഗത്തിലും തത്വചിന്തകന്റെ മാർഗത്തിലും വിപ്ലവകാരിയുടെയും കളിക്കാരൻ്റെയും ഒക്കെ മാർഗത്തിൽ ഞാൻ വിചാരിച്ചു എന്നെ ഈ കാണിക്കുന്നതെന്ന്. അപ്പോൾ സുനിലിനെ അല്ലേ കാണിക്കുന്നത്. അപ്പോൾ കവിയുടെയും എല്ലാ മാർഗം അത് കാരുണ്യത്തിൻ്റെ മാർഗമാണ്. ഇതിനകത്ത് എവിടെയോ ബുദ്ധൻ എന്ന് പറഞ്ഞ ഒരു ഇമേജിനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ? അയ്യപ്പൻ്റെ കവിതകളിൽ ആവർത്തിച്ചു വന്നുകൊണ്ടിരുന്ന ഒന്നാണ് ബുദ്ധൻ, മറ്റൊന്ന് യേശുവാണ്, ക്രിസ്തുവാണ്. യേശുവല്ല, ക്രിസ്തുവാണ്. അപ്പോൾ ഈ രണ്ട് ബിംബങ്ങളെയും കുറിച്ചും സ്റ്റെബിൻ കുറച്ചുകൂടി ഒന്ന് പറയണം. പ്രത്യേകിച്ചും ഇതൊരു ഒരു തിയോളജി കോളേജ് ആയതുകൊണ്ടും മതത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെ ഉള്ളത് കൊണ്ടും മതാത്മക ബിംബങ്ങൾ എങ്ങനെയാണ് കവിതയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു അവസരം സ്റ്റെബിൻ ഉണ്ടായിരുന്നു. സ്റ്റെബിൻ എന്തോ കുറച്ചുകൂടി കവിതയോടുള്ള ആത്മാർത്ഥമായ അനുരാഗമുള്ളത് കൊണ്ട് അതിലെ തീക്ഷ്ണ ബിംബങ്ങളോടാണ്, ചെറുപ്പക്കാരനായതുകൊണ്ട് കൂടിയാണ് സ്റ്റെബിൻ കൂടുതൽ താല്പര്യം കാണിച്ചത്. ഈ പ്രായത്തിൽ ഞാനും അതൊക്കെ ചെയ്യുള്ളായിരുന്നു. കുറച്ചുകൂടി നമ്മളങ്ങോട്ട് മാറുമ്പോഴാണ്, നമ്മുടെ കാഴ്ചകൾ കുറച്ചുകൂടി തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മളതിലെ മറ്റു സാധ്യതകൾ ഇടുന്നത്. അങ്ങനെ ഈ ബുദ്ധൻ്റെയും യേശുവിൻ്റെയും ക്രിസ്തുവിൻ്റെയും ഒക്കെ ബിംബങ്ങൾ ആവർത്തിച്ച് അയ്യപ്പൻ്റെ കവിതകളിൽ വരുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കേണ്ടത്, ബുദ്ധൻ ഒരു മതത്തിൻ്റെ വക്താവായ തത്വചിന്തകനായിരുന്നു. ക്രിസ്തു ഒരു മതത്തിൻ്റെ പ്രതീകമായൊരു പുരുഷനാണ്. ആ മതത്തിന് പിൽക്കാലത്ത് മതമായി തീർന്ന ആ വിശ്വാസധാരയ്ക്ക് ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ച ആളാണ്. അല്ലെങ്കിൽ ജൂതമതത്തിലെ ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പ് നയിച്ച ആളാണ് യേശു. പക്ഷെ ഇവരൊക്കെ അവരുടെ ജീവിതത്തിലോ മതങ്ങളിലോ നിർവഹിച്ച അതേ പങ്കുകളോടുകൂടിയാണോ കവിതയിൽ അവർ പ്രത്യക്ഷപ്പെടുന്നത്? അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ട കാരണം ഒരു വസ്തുതയാണ്. കാരണം കവിത ഒരു സെക്യുലർ സ്പേസ് ആണ്. കവിത മതനിരപേക്ഷമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനകത്തേക്ക് കടന്നു വരുന്ന ഇന്ന് ക്രിസ്തുവും ബുദ്ധനും കൃഷ്ണനുമെല്ലാം മതനിരപേക്ഷമായ ബിംബങ്ങളായിട്ടാണ് മാറുന്നത്. അതായത് കവിതയിലെ ബുദ്ധനിലെ മതാംശം ചോർത്തിക്കളയപ്പെട്ട ഒരു മനുഷ്യബിംബം ആണ്. അപ്പോൾ എല്ലാ കവികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അതിലെ മതാത്മകമായ അംശങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് സെക്യുലറായ, അതായത് മതനിരപേക്ഷമായ ഒരു സ്പേസിലേക്ക് മതത്തിൻ്റെ അംശങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കവിതയുടെ ഗുണം. അതുകൊണ്ടാണ് എല്ലാ മതങ്ങൾക്കും പരമമായ വിശ്വാസം പ്രഖ്യാപിക്കുന്ന മതങ്ങൾക്കൊപ്പം പരമമായ വിശ്വാസരാഹിത്യം പ്രഖ്യാപിക്കുന്ന കവിതയും ഈ നാട്ടിൽ കടന്ന് പോകുന്നത്. ഇത് തമ്മിലുള്ളൊരു വലിയ വ്യത്യാസം. കവിത എല്ലാത്തരം വിശ്വാസരാഹിത്യങ്ങൾക്കും പിന്നാലെ ഓടുന്നു, അവിശ്വാസികളെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മതമാകട്ടെ കൂടുതൽ വിശ്വാസികളെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അടിസ്ഥാനപരമായി രണ്ടും മനുഷ്യൻ്റെ നന്മയാണ് തേടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ നന്മയെ തേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം വരെയും കവിതയും മതവും ഒരുപോലെ തന്നെ മനുഷ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളായി തുടരുക തന്നെ ചെയ്യും. അതല്ലാതായി തീരുന്ന നിമിഷത്തിൽ മതം മാത്രമല്ല കവിതയും മനുഷ്യവിരുദ്ധമായി തീരും. മനുഷ്യവിരുദ്ധമായി തീരുന്ന ഒന്നും അത് കവിതയായാൽ പോലും ഭൂമിയിൽ ആവശ്യം ഇല്ല, അത് തിരസ്കരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ എല്ലാത്തരം മനുഷ്യപ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ, അന്തിമമായും മനുഷ്യനിലേക്കും മനുഷ്യനേക്കാൾ വലിയ പ്രകൃതിയിലേക്കും മടങ്ങിപ്പോയിക്കൊണ്ടേ ഇരിക്കുക. ഇതിനെല്ലാം ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ഭാഷയുടെ വഴി മാത്രം ആണ്. ഈ പ്രബന്ധം അവതരിപ്പിക്കുകയും ഈ പ്രബന്ധം ഞാൻ വായിച്ചു കേട്ടു. ഞാൻ അതിനകത്ത് എനിക്ക് തോന്നിയത് സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്തതിൻ്റെ ചില പ്രശ്നങ്ങൾ കണ്ടു. മാതൃഭാഷ ഉപയോഗിക്കുന്നതിലുള്ള ചെറിയൊരു കൊച്ചു തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടു. ചില യൂസേജുകളുടെ പ്രശ്നം, അതൊക്കെ ഒരു എഡിറ്റ് ചെയ്തൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഈ പ്രബന്ധത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഈ അംശം കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വളരെ മനോഹരമായിട്ടാണ് ഈ തോമസ് ബെവിച്ചൻ ഇത് പ്രസൻറ്റ് ചെയ്ത്. വളരെ സൂത്രത്തിൽ എനിക്ക് വയ്യപ്പനെ വലിയ പരിചയമൊന്നുമില്ല എന്നൊക്കെ ചിലപ്പോൾ മങ്ങിവാക്കൊക്കെ പറഞ്ഞെങ്കിലും അവസാനം പ്രബന്ധം അവതരിപ്പിച്ചവനിട്ട് ചില കുത്തും വെട്ടുമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് കണ്ടല്ലോ, സൂത്രപ്പണിയൊക്കെ ഒപ്പിച്ചു. നല്ല നിരീക്ഷണങ്ങളാണ് കാണിച്ചത്. ഭാവിയിൽ നിങ്ങൾ നല്ല സാഹിത്യ നിരൂപകരാകട്ടെ, നല്ല വിശ്വാസികളെ നയിക്കുന്നവരുമായി തീരുന്നത് പോലെ നിങ്ങൾക്ക് നല്ല സാഹിത്യ നിരൂപകരമായി തീരാൻ കഴിയണം. അതിനുള്ള തത്വചിന്താപരമായ വെളിച്ചം, താത്വികമായ എല്ലുറപ്പ് ഈ